ചണ്ഡീഗഡിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ എയർ വാർണിംഗ് നൽകിയിട്ടുണ്ട്. എയർ സൈറൻ കേട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആളുകളോട് വീടിനകത്ത് തന്നെ ഇരിക്കാനും പുറത്തേക്ക് ഇറങ്ങരുതെന്നും ബാൽക്കണിയിൽ പോലും ഇറങ്ങരുതെന്നും ഉള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചണ്ഡീഗഡിൽ നിന്നുള്ള വിവരമാണ്. നമുക്കറിയാം അവിടെ നമ്മുടെ എയർ വിംഗ് ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ ഷഹീദ് ഭഗത് സിംഗ് രാജ്യാന്തര വിമാനത്താവളം മൊഹാലിയിലാണ്. അത് ചണ്ഡീഗഡിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു അലേർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഒരു എയർ വാർണിംഗ് നൽകിയിട്ടുണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട് ചണ്ഡീഗഡിൽ. സ്വാഭാവികമായും ശ്രദ്ധ വേണം, ജാഗ്രത വേണം. എയർ സൈറൻ പുറപ്പെടുവിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അനൂപ് ദാസ് ഉണ്ട്. അനൂപ് പറയൂ. ചണ്ഡീഗഡിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നതാണ് ഈ സൈറൻ ജനങ്ങളോട് പറയുന്ന കാര്യം. ഇത് കേട്ട ഉടൻ തന്നെ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും പകൽ സമയത്ത് ആക്രമണത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വ്യോമാക്രമണത്തിന് ശ്രമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും വലിയ സുരക്ഷയാണ് ഈ മേഖലയിലൊക്കെ. പകൽ സമയത്ത് പോലും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചണ്ഡീഗഡിൽ നേരത്തെ തന്നെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. കോളേജുകൾക്കെല്ലാം അവധിയാണ്. ആരോഗ്യ പ്രവർത്തകരോട് തിരികെ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ സജ്ജമാണ്. ഏതെങ്കിലും നിലയിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് ആകാശത്ത് വെച്ച് തന്നെ, വ്യോമാക്രമണം ഉണ്ടായാൽ ആകാശത്ത് വെച്ച് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് എന്നും അത് തെളിയിക്കുകയും അത് പാകിസ്ഥാനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തായാലും ഇപ്പോൾ ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എല്ലാത്തിനും നമ്മുടെ രാജ്യം സജ്ജമാണ്, നമ്മുടെ സൈന്യം സജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതെല്ലാം ഇന്ത്യ തിരിച്ചടിക്കും, അതെല്ലാം തകർക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ജനവാസ മേഖലകൾ ലക്ഷ്യമാക്കിയാണ് പാകിസ്ഥാന്റെ ആക്രമണമെങ്കിൽ ഇന്ത്യ ഭീകരവാദത്തോടാണ് പോരാടുന്നത്. പക്ഷേ ഇന്ത്യൻ ജനവാസ മേഖല ലക്ഷ്യമാക്കിയുള്ള പാകിസ്ഥാന്റെ ഒരു ആക്രമണത്തെയും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ല. അതിന് ശക്തമായ തിരിച്ചടി നമ്മുടെ രാജ്യം നൽകുമെന്നുള്ളത് വ്യക്തമാണ്. കര, നാവിക, വ്യോമസേനകൾ ഒത്തുചേർന്നുള്ള സംയുക്ത പ്രതിരോധം തന്നെയാണ് ഇന്ത്യ തീർക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചടി ശക്തമായ രീതിയിലാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. പക്ഷേ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. രാവിലെ അടക്കം വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടായി. പൂഞ്ച്, രജൌരി മേഖലകളടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. പക്ഷേ ഈ ജനവാസ മേഖലകൾ മാത്രം പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ ഇനി ചോര വീഴ്ത്താൻ നമ്മുടെ സൈന്യം സമ്മതിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഇനി വാർത്താ സമ്മേളനം നടക്കേണ്ടതുണ്ട്, അതിൽ വ്യക്തമായ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തായാലും പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് സംസ്ഥാനങ്ങൾക്ക്. ജനങ്ങൾ എന്തു ചെയ്യണം, ചെയ്യരുത് എന്ന തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലടക്കം കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ രീതിയിലും സജ്ജരായിരിക്കുക, എല്ലാ രീതിയിലും സജ്ജമാണ് നമ്മുടെ രാജ്യം എന്നതിന്റെ തെളിവാണ്, അതിന്റെ നീക്കങ്ങളാണ് പുറത്തുവരുന്നത്.